ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണോ? ചേച്ചിക്ക് സുഖമാണ്. എല്ലാവരും എന്തെടുക്കുകയാണ്? അത്താഴമൊക്കെ കഴിഞ്ഞാ? മണി 9:15. എല്ലാവരും രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചോ? ചേച്ചി കഴിച്ചില്ല കേട്ടോ. ചേച്ചി 2-3 ഷോർട്ട് വീഡിയോ ഒക്കെ ടപ്പേന്ന് ഇട്ട് കേട്ടോ. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ വീഡിയോ കാണട്ടെ, നമ്മളെ ഇഷ്ടമില്ലാത്തവരങ്ങ് സ്കിപ്പ് ചെയ്ത് പോട്ടെ. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെന്ത് അഭിപ്രായങ്ങൾ കാണിച്ചാലും കാണും. ഇഷ്ടമില്ലാത്തവർ അങ്ങ് പോകുന്നവർ പോട്ടെ അല്ലേ. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ മാത്രം മതി നമുക്ക്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് എപ്പോഴും റൂമിലിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇന്ന് സ്ഥലം മാറി ഇരുന്നാണ് വീഡിയോ എടുക്കുന്നത്. ഹാളിലാണ് ഇരിക്കുന്നത്. ഫാൻ അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ഇരിക്കുന്നിടത്ത് ഫാൻ ഇട്ടിട്ടില്ല. രണ്ടിടത്തും കൂടെ ഫാൻ കിടക്കുകയാണെങ്കിൽ ഈ പാവപ്പെട്ട ചേച്ചിയുടെ സൗണ്ടും എന്താ പറയണെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അപ്പം ഞാൻ അവിടെ ഫാൻ ഇട്ടിട്ട് ഇവിടെ ചൂടത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മക്കൾ വിളിക്കുകയാണ് കേട്ടോ. മക്കൾ വിളിക്കണേ. എന്തായാലും ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് മക്കളുടെ അടുത്ത് സംസാരിച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷം പറയാം. ഒരു സ്റ്റെപ്പിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടാൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓർമ്മ വരും. അപ്പോൾ പറയാം. ഇപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, മക്കൾ വിളിച്ച് പിന്നെ വീഡിയോ കട്ട് ചെയ്തിട്ട് അതുങ്ങളായിട്ടൊക്കെ സംസാരിച്ച് അപ്പം ഞാൻ ആ പറഞ്ഞു വന്ന ക്ലിക്ക് അങ്ങ് വിട്ടെനിക്ക് എന്തോ പറഞ്ഞു വന്ന്. തുടക്കത്തിൽ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ പിന്നെ വീഡിയോ ഒന്നും ഓണാക്കി നോക്കിയില്ല. നമ്മളെ ഫോണിന് ക്ലിയർ കുറവാണ്, അങ്ങനെയാണോ? അതായത് ചേച്ചിയുടെ കണ്ണിന് പിടിക്കാത്തതാണോ? ക്ലിയർ കുറവാണെന്ന് തോന്നുന്നു. എന്ത് കഷ്ടമാണോ? അപ്പം എന്തൊക്കെയോ ഞാൻ പറഞ്ഞതൊക്കെ അങ്ങ് വിട്ടുപോയി. അപ്പം നാളെ ഞാനൊരു യാത്ര പോകണമെന്നിരിക്കുകയാണ്. ഉറപ്പില്ല. പോകുകയാണെങ്കിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഉറപ്പില്ലാത്തത് കൊണ്ട് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്നൊക്കെ ഞാൻ ലീവായിരുന്നേ, ജോലിക്ക് പോയില്ല സുഹൃത്തുക്കളെ. ഇന്നലെ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് എണീറ്റപ്പോഴത്തേക്ക് കൊച്ചുമോന് സുഖമില്ല, എൻ്റെ ഇളയവന് സുഖമില്ല എന്ന് പറഞ്ഞ് പിന്നെ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ഇന്നലെ ജോലിക്ക് പോയില്ല, ഇന്ന് ജോലിക്ക് പോയില്ല. രാത്രി എന്തോ 2 മണിക്ക് ഷർദിലായിരുന്നപ്പോൾ എന്നെ വിളിച്ചതുമില്ല. അവൻ ഇവിടെ താഴെയാണ് കിടക്കുന്നത്, ഞാൻ മുകളിൽ മക്കളെ റൂമിലാണ് കിടക്കുന്നത്. ചേട്ടൻ ജോലിക്ക് പോയിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചില്ല. അപ്പം രാത്രി 2 മണിക്ക് ഷർദിലായിരുന്നു. ഒരു 7-8 വട്ടം ഛർദ്ദിച്ചിട്ടും പറഞ്ഞില്ല. രാവിലെ ഞാൻ ജോലിക്ക് പോകാൻ എണീറ്റപ്പോഴത്തേക്ക് ആളിനൊട്ടും വയ്യ. അപ്പോഴാണ് പറയണത് ഹോസ്പിറ്റലിൽ പോകാമെന്ന്. പിന്നെ അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ട് മരുന്നൊക്കെ വാങ്ങി വന്നിട്ട് ഛർദിൽ, വയറിളക്കം, പനി, BP കുറവില്ല. പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് നമ്മളവിടെ അടുത്തൊരു ഹെൽത്ത് സെൻറ്റർ, ഒരു ഗവൺമെൻറ് ആശുപത്രി, അവിടെ കൊണ്ടുപോയി ഒരു ട്രിപ്പ് ഇട്ടിട്ട് കുറവില്ല. പിന്നെ 2ാമത്തെ ട്രിപ്പ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ഇതിൽ സ്പീഡിൽ അങ്ങ് സംസാരിച്ചാൽ നമ്മളങ്ങ് സംസാരിക്കും. ആ ക്ലിക്ക് അങ്ങ് വിട്ടപ്പോഴത്തേക്ക് എനിക്കങ്ങ് സംസാരിക്കാൻ ഒരു മൂഡും ഇല്ല എൻ്റെ സുഹൃത്തുക്കളെ. അപ്പോൾ ഒരു ട്രിപ്പിട്ട് കുറയാണ്ട് പിന്നെ 2ാമത്തെ ട്രിപ്പിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ രാത്രി 10 മണിയായി. ഇപ്പോഴും ലൂസ് മോഷനൊന്നും വയറ്റിൽ നിന്ന് പോകണുണ്ടേ, കുറയണില്ല. ഛർദിലും പനിയൊക്കെ കുറഞ്ഞു, പക്ഷെ ആഹാരം ഒന്നും കഴിക്കണില്ല. ഞാൻ രാവിലെ കഞ്ഞിയൊക്കെ വെച്ച് അപ്പോഴപ്പോഴ കഞ്ഞിയും വെള്ളവും അങ്ങനെയെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മളെ വിശേഷം. അപ്പം നാളത്തെ യാത്ര മോന് വയ്യാണ്ടിരിക്കണോണ്ട് ഒരിതാണേ. നോക്കട്ടെ, രാവിലെ അവൻ ഓക്കെ ആണെങ്കിൽ ഞാൻ പോകും. 90% പോകാൻ തന്നെയാണ് ആഗ്രഹം. പോകുകയാണെങ്കിൽ പോകുന്ന വഴിക്കുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുക്കാം. എവിടെയാണ് പോകണമെന്നൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം, പറയാം. ഇപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എത്ര മിനിറ്റായെന്ന് ഞാൻ പറഞ്ഞില്ല. നേരത്തെ നമ്മൾ വീഡിയോ എടുത്തെന്തെങ്കിലും പറഞ്ഞ് ആ സ്റ്റെപ്പിൽ അങ്ങ് പറയും, പിന്നെ നമ്മളെ മൈൻഡ് അങ്ങ് പോകും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. ചേച്ചി കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.